9ാം ഓവറിൽ ഇന്ത്യൻ സ്കോർ ബോർഡ് 3 അക്കം തൊട്ടു. അതിനിടയിൽ മൈതാനം ചില നാടകീയ രംഗങ്ങൾക്ക് സാക്ഷിയായി. ഗില്ലും അഫ്രീദിയും നേർക്ക് നിരത്തി. ഹാരിസ് റൌഫും അഭിഷേകും കൊമ്പുകോർക്കലിന്റെ വക്കിലും. ഹാരിസിനെ വിരാട് കോഹ്ലി എന്നാർത്ത് വിളിച്ചാണ് ഗാലറി സ്വാഗതം ചെയ്തത്. ഹാരിസ് പ്രകോപിതനാവുന്നത് കാണാമായിരുന്നു. പറന്നു പോകുന്നൊരു വിമാനം തകർന്നു വീടുന്നത് കൈകൊണ്ട് ആംഗ്യം കാണിച്ച ഹാരിസ് 6-0 എന്ന് ആരാധകരോട് വിളിച്ചു പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് ഇത് വഴിമരുന്നിട്ടത്. എന്നാൽ ഹാരിസിന്റെ ഈ അഗ്രഷനൊന്നും മൈതാനത്താരും കണ്ടില്ല. 10ാം ഓവറിൽ ഗിൽ വീഴുന്നു. തൊട്ടടുത്ത ഓവറിൽ ക്യാപ്റ്റൻ സൂര്യ സംപൂജനായി മടങ്ങി. മൈതാനത്ത് ആശങ്ക പടർന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ 13ാം ഓവറിൽ അഭിഷേകം വീണതോടെ പാക് നായകന്റെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ മുളപൊട്ടിയതാണ്. എന്നാൽ തിലക് വർമ്മ ആ പ്രതീക്ഷകളുടെയൊക്കെ അടിവേര് പിടിച്ചു. 19ാം ഓവർ അവസാനിക്കും മുമ്പേ കളി തീർത്ത് കയ്യിൽ കൊടുത്തു തിലക്. ഏഷ്യ കപ്പിൽ എന്നത്തെയും പോലെ ഒരു മത്സരം അവസാനിച്ചു. ഗ്രൂപ്പ് റൗണ്ടിൽ ഇന്ത്യ പാക് പോരാട്ടത്തിന് ശേഷം മുൻ ഇന്ത്യൻ നായകൻ സൗരവ് ഗാംഗുലി പറഞ്ഞത് ഈ മത്സരങ്ങൾക്ക് ഓവർ ഹൈപ്പ് ലഭിക്കുന്നുണ്ടെന്നാണ്. ഇന്ത്യക്കൊത്ത എതിരാളികളെയല്ല പാകിസ്ഥാൻ. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ദക്ഷിണാഫ്രിക്ക, ഇംഗ്ലണ്ട്, എന്തിന് അഫ്ഗാൻ ഇന്ത്യയോട് ഏറ്റുമുട്ടിയാൽ പോലും ഞാൻ കളി കാണാനിരിക്കും. എന്നാൽ ഇന്ത്യ പാക് മത്സരം കണ്ട് വെറുതെ സമയം കളയുന്നത് എന്തിനാണ്? അതിൻ്റെ ഫലം എന്താവുമെന്ന് നേരത്തെ അറിയാവുന്നതാണ്. ഗാംഗുലി പറഞ്ഞു വെച്ചു. ഗാംഗുലിയുടെ നിലപാടിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല.